SFIയുടെ നിലപാട് മാറ്റത്തെ കൂടി കാരണം TP ശ്രീനിവാസന്റെ കരണത്തടച്ച SFI നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അവർ സ്വാഗതം ചെയ്യുകയാണ്. ചില മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും കഴിഞ്ഞ ദിവസം ബിന്ദു നിങ്ങളുടെ ചോദ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. SFIക്കാർ കരണത്തടിച്ച് നിലത്തടിച്ച് തള്ളിയിട്ട TP ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ടതുണ്ടോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാപ്പ് പറയേണ്ടതൊന്നുമില്ല, അത് അന്നത്തെ കാലത്തൊരു നയമാണ് എന്നാണ്. ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് 12 വർഷം മുൻപ് എന്താണ് കേരളത്തിൽ സംഭവിച്ചത്, 12 വർഷങ്ങൾക്ക് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? അത് SFI ആണ് പറയേണ്ടത്. എന്ത് നയമാറ്റമാണ് നിങ്ങൾക്കുണ്ടായത്, അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ 12 വർഷം ഈ കേരളത്തിന്റെ യുവാക്കളോട് കാണിച്ച വലിയ അനീതിയാണ്. നമുക്കറിയാം, ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ, പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വലിയ രൂപത്തിലേക്ക് വർദ്ധിച്ചു വന്ന് നിയമസഭക്കകത്തടക്കം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ SFIയുടെ CPMന്റെ DYFIയുടെ പിന്തിരിപ്പൻ നയമാണ്. സഖാവ് പുഷ്പന്റെയും കൂത്തുറമ്പ് രക്തസാക്ഷികളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഈ പറയുന്ന നയമാറ്റത്തെ സ്വാഗതം ചെയ്യുക എന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ കാലത്ത് സ്വകാര്യ സർവകലാശാല ആവശ്യമാണെന്നാണ് മന്ത്രി ബിന്ദു പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിന് പിന്നിലുണ്ട് എന്ന് ന്യായമായി സംശയിക്കേണ്ടതുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു മുൻധാരണയിൽ നിന്ന് സംസാരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പ്രൈവറ്റ് സർവകലാശാലയെ സ്വാഗതം ചെയ്യാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു 30-35% കുട്ടികൾ മാത്രമാണ് അവസരങ്ങളുള്ളത്. ബാക്കി അത്രയും പേർക്ക് അവസരങ്ങളില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന് അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിലവിൽ സാഹചര്യമില്ല എന്നവർ അവകാശപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ സ്വാഭാവികമായി പുറത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ വരണം. അതാണ് പ്രൈവറ്റ് സർവകലാശാലയെ സ്വാഗതം ചെയ്യാനുള്ള ഞങ്ങളുടെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം ഒരു ഗ്ലോബൽ സംവിധാനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷന് പാകപ്പെട്ടതല്ല കേരളത്തിന്റെ സിലബസുകൾ, കേരളത്തിന്റെ സർവകലാശാലകൾ കൈകാര്യം ചെയ്യുന്ന കരിക്കുലം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കോമ്പറ്റീഷന് പാകപ്പെട്ടതല്ല എന്നൊരു ബോധ്യം ഞങ്ങൾക്ക്. ഇപ്പം നമുക്കറിയാം, ഒരു AI ടെക്നോളജിയുടെ പുതിയ കാലത്താണ് നമ്മളുള്ളത്. AI തന്നെ പുതിയ വിപ്ലവങ്ങൾ, ചൈനയിൽ നിന്ന് ഡീപ് സീക്ക് എന്ന് പറയുന്ന പുതിയ പ്രയോഗങ്ങൾ വരുന്നു, പുതിയ ടെക്നോളജികൾ വരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ പുതിയ വിപ്ലവങ്ങൾ നടക്കുമ്പോൾ പരമ്പരാഗതമായ പഴകിപ്പൊളിച്ച ഒരു സിലബസുമായി കാത്തിരിക്കുന്ന സർവകലാശാലകൾക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ വരാൻ മടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകും. അത്തരം വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ പ്രൈവറ്റ് സർവകലാശാലകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം. ഈ 2 സാഹചര്യവും കേരളത്തിൽ 2016 ഞങ്ങളിത് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് അത് കൂടുതൽ മൂർധന്യാവസ്ഥയിൽ എത്തി എന്നല്ലാതെ ഒരു മാറ്റം അതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ SFI പറയണം, DYFI പറയണം, CPM പറയണം എന്ത് മാറ്റാണ് ഉണ്ടായത്. മന്ത്രി പറയുന്നത് കാലത്തിന് മാറ്റം സംഭവിച്ചു എന്നാണ്. കാലത്തിനല്ല, CPMന്റെയും SFIയുടെയും DYFIയുടെയും ബുദ്ധിക്ക് മാറ്റം സംഭവിച്ചതാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവർ എത്താൻ കാരണമായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ അഭിപ്രായം. ഈ അന്ന് സമയമായിട്ടില്ല എന്ന് തോന്നുക ഇപ്പോൾ സമയമായി എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വൈകിയുദിച്ച ബുദ്ധിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത്, ATM മെഷീനുകൾ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത്. എല്ലാ കാര്യത്തിലും CPMന് അങ്ങനെ വരാറുള്ളത്. പക്ഷേ അതിന്റെ പാപം പേറേണ്ട, അതിന്റെ ദുരനുഭവങ്ങൾ വഹിക്കേണ്ട കൂട്ടരായി മലയാളികൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇനിയിപ്പോൾ അവരുടെ പോരായ്മകളെക്കുറിച്ചോ അവർ ചെയ്ത അവർക്ക് പറ്റിയ മണ്ടത്തരങ്ങളെക്കുറിച്ചോ അവർ തെറ്റുതിരുത്തിയതിനെക്കുറിച്ചോ ആഘോഷിക്കാനല്ല. ഇനി വരാനിരിക്കുന്ന ഈ പ്രൈവറ്റ് സർവകലാശാലയിൽ അതിന്റെ ബില്ലിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂലമായൊരു മാറ്റം സംഭവിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിന്റെ പൊതു താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കണം ഈ ബില്ല് എന്നുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ഒന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഇതിലില്ല. അത് വലിയ പ്രശ്നമാണ്. സമ്പന്നർക്ക് പഠിക്കാവുന്ന ഒരു സർവകലാശാല സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് നിലവിലെ ബില്ലിന്റെ സാഹചര്യത്തിൽ ഈ സർവകലാശാല നമുക്ക് വിളിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ അല്ല അതിൽ സംഭവിക്കേണ്ടത്. സാധാരണക്കാരനും പഠിക്കാൻ കഴിയുന്ന സർവകലാശാല ആവണം. അപ്പോൾ അതിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കണം, ചർച്ച ചെയ്യപ്പെടണം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ വന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി മെഡിക്കൽ മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിൽ റെഗുലേറ്ററി കമ്മിറ്റികളെ വെച്ചു. ഫീസ് നിർണ്ണയിക്കുന്നത് അവരാണ്. സ്വാഭാവികമായി മാനേജ്മെന്റുകളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ഒരു ചർച്ചയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായി ഒരു തുകയിലേക്ക് എത്തിച്ചേരുകയാണ്. എന്ന പോലെ ഒരു ഡിസ്കഷന് പോലും സാധ്യതയില്ലാത്ത വിധം സമ്പൂർണ്ണമായി 25 കോടിയോ 30 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഈ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, നമുക്കറിയാം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പണം പിരിക്കുക എന്ന് പറയുന്നത് ഫീസ് അല്ലാത്ത മറ്റൊരു മാർഗ്ഗമില്ല, മറ്റൊരു വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ ഇതിനൊരു വരുമാന മാർഗമായി, ഒരു കച്ചവടമായി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ നിലവിലെ ബില്ലിലൂടെ ഉരുതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തെ ഒഴിവാക്കണം.
ആ സാഹചര്യത്തെ ഒഴിവാക്കി മാന്യമായ രൂപത്തിലേക്ക് നടപ്പിലാക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് സർക്കാർ പോകേണ്ടത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ പ്രൈവറ്റ് സർവകലാശാല എന്ന് പറയുന്ന ആശയത്തിനെതിരല്ല. പക്ഷെ നിലവിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ബില്ല്, ആ ബില്ല് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കച്ചവട താല്പര്യത്തിന് വേണ്ടി ആളുകൾ കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കും. അതിൽ നിന്ന് സർക്കാർ പിന്മാറണം. അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി കമ്മിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കറക്ഷന് സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും.